അബൂദർ എന്ന് പറയുന്ന സഹാബിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം. അബൂദർ എന്ന് പറയുന്ന സഹാബി ഒരു പാവപ്പെട്ടവനും ഒന്നും തന്റെ കയ്യിൽ കരുതി വെക്കില്ല. ദുനിയാവിനോടുള്ള പ്രേമമില്ലായിരുന്നു. ദുനിയാവ് വലിച്ചെറിഞ്ഞിട്ട് നടന്ന ചെറുപ്പക്കാരനാ. ദുനിയാവിനൊന്നും കൂട്ടിവെക്കത്തില്ല. എന്ത് കൈ കിട്ടിയാലും വൈകുന്നേരം ആകുന്നതിന് മുമ്പ് പാവങ്ങൾക്ക് കൊടുക്കും. ആരെങ്കിലും സമ്പത്ത് കൂട്ടിവെക്കുന്നത് കണ്ടാൽ, വലിയ വീടുകൾ പണിയുന്നത് കണ്ടാൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് പ്രസംഗം നടത്തും. ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് പറയും, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുമ്പോൾ ഇതൊക്കെ അല്ലാഹു തീയായി നിങ്ങളുടെ കഴുത്തിലിട്ട് തരും. അബൂദർ റളിയല്ലാഹു തആല അൻഹു സഹാബികളോട് പോലും പറയുമായിരുന്നു. നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല, ഒന്നും സൂക്ഷിച്ചു വെക്കത്തില്ല അബൂദർ. അബൂദറിന്റെ കയ്യിൽ ഒന്നും ഇരിക്കാറുമില്ല. കാരണം ദുനിയാവിനോട് പ്രേമമില്ല, ആഖിറത്തോട് വല്ലാത്ത സ്നേഹം. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ അവിടെ നിന്ന് സഹിക്കാൻ കഴിയാതെ നബി തങ്ങളുടെ മുമ്പിൽ സഹാബത്ത് പോയി പരാതി പറഞ്ഞു. അബൂദറിനെ കുറിച്ച് പരാതി പറഞ്ഞു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അപ്പോഴും സഹാബത്ത് പോയി പരാതി പറഞ്ഞു. അബൂദർ റളിയല്ലാഹു തആല അങ്ങനെ അവസാനം നാട് കടത്തി. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ പ്രവർത്തനം ഇഷ്ടപ്പെടാതെ പരാതികളായി അവിടെ നിന്ന് നാട് കടത്തിയല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞ സ്വഹാബിയാ. ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ആ ജീവിതമാണ് വേണ്ടതെന്ന് പറഞ്ഞ് സ്നേഹിച്ചുകൊണ്ട് ജീവിച്ച ചെറുപ്പക്കാരനാ. നിങ്ങൾക്കറിയുമോ അബൂദറിന്റെ ചരിത്രം എന്തെന്ന്? ഇന്നത്തെ മാതാപിതാക്കൾ പഠിക്കണമല്ലോ, ഇന്നത്തെ മാതാപിതാക്കൾ പഠിക്കണമല്ലോ. പടച്ചവനെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളോട്, അതാ 6ും 7ും 7ും 8ും 9ും പഠിക്കുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളോട് ഉമ്മമാര് വിളിച്ചിരുത്തിയിട്ട് സഹാബത്തിന്റെ കഥയല്ല പറയുന്നത്. പടച്ചവനെ, ഉമ്മമാര് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, നല്ലതുപോലെ പഠിക്കണം മോന്. ഏറ്റവും കൂടുതൽ ഉയർന്ന മാർക്കാണ് വാങ്ങേണ്ടത്, ഉന്നത വിജയമാണ് നേടേണ്ടത് മോനെ. നല്ലതുപോലെ പഠിച്ച് ജയിച്ചാലേ നിനക്ക് നല്ല ജോലി കിട്ടൂ, നല്ല ജോലി കിട്ടിയാലേ നല്ലതുപോലെ സമ്പത്ത് കിട്ടൂ, സമ്പത്ത് കിട്ടിയാലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. ഉമ്മമാര് തന്റെ ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, സ്കൂളിൽ പഠിക്കുന്ന മക്കളെ ഉപദേശിക്കുകയാ, പണമില്ലാതെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂല, പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പണത്തിനോടുള്ള ആർത്തിയാ പിഞ്ചു മക്കളുടെ ഹൃദയത്തിനകത്തേക്ക് അവിടെ നിറച്ചു കൊടുക്കുകയാ. പടച്ചവനെ, അതുകൊണ്ടാണ് +1 പഠിക്കുന്ന പൊന്നുമകന്റെ ബാഗിനകത്ത് നിന്നും മയക്കുമരുന്ന് പിടിക്കുന്നത്, കഞ്ചാവ് കച്ചവടം നടത്തുകയാണ്. കാരണം പെട്ടെന്ന് പണമുണ്ടാക്കണമുണ്ട്, പണമുണ്ടാക്കിയാലല്ലേ ജീവിക്കാൻ പറ്റൂ. പണമുണ്ടാക്കാനുള്ള എളുപ്പവഴികൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപ്പാ, നിന്റെ മക്കളെ നശിപ്പിച്ചത് നീയല്ലോ, നിന്റെ മക്കളുടെ ജീവിതം തുലച്ചത് നീയല്ലോ. എങ്കിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുടെ ചരിത്രം നിനക്കറിയോ? അബൂദർ റളിയല്ലാഹു തആല അൻഹു പാവപ്പെട്ടവനായ സ്വഹാബി മരണത്തോട് മല്ലടിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയെയും മക്കളെയും വിളിക്കുകയാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മക്കളെ, നിങ്ങൾ വാപ്പാനെ വെറുക്കല്ലേ, വാപ്പാനോട് നിങ്ങൾക്ക് ദേഷ്യം വെക്കല്ലേ. കാരണം നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല, വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ കയ്യിൽ ഒന്നുമില്ല. വാപ്പ കള്ളു പിടിച്ച് തീർത്തതല്ല, പെണ്ണ് പിടിച്ച് തീർത്തതല്ല. വാപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വാപ്പ ഒരു പാവപ്പെട്ടവനാണ്. ഞാൻ ഇന്ന് മരിച്ച എന്റെ കഫം തുണി വാങ്ങാനുള്ള പൈസ പോലും ഈ വീടിനകത്തില്ല.